ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാരായണി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറി, ഈന്തപ്പഴം, അതുപോലെ ബദാം, കുറച്ച് കാഷ്യൂ നട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് മിക്സ് ചെയ്യാത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരും. പഞ്ചസാര അലിഞ്ഞലിഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ട്. ഇത് ഒരു നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിരിക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പാത്രം മൂടി വെച്ചിട്ട് വേണം നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പാത്രം അടച്ച് വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ പൊട്ടിത്തെറിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ സിറപ്പ് വേറൊരു ബൗളിലേക്ക് പകർത്താം. ഈ പഞ്ചസാര സിറപ്പിലേക്കാണ് നമ്മൾ ഈ നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഫുൾ നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി സോക്ക് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ വെക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ചെയ്യുന്നത്, കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാം എടുക്കുന്നത്. മൈദപ്പൊടി ആയാലും എണ്ണയായാലും പഞ്ചസാര ആയാലും എല്ലാം ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം. മിക്സി ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് രണ്ട് ഗ്രാമ്പു ആഡ് ചെയ്യാം. അതുപോലെ 2 ഏലക്ക ആഡ് ചെയ്യാം. അതുപോലെ 2 കറുകപ്പട്ട ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം 2 എണ്ണം വീതമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മണമായിരിക്കും കേക്കിൽ തങ്ങി നിൽക്കുക. അപ്പോൾ ഇത് ഇത്രയും 2 എണ്ണം വീതം എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പഞ്ചസാര നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിനകത്തുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. ഫ്രിഡ്ജിൽ നിന്നൊന്നും മുട്ട എടുക്കരുത്. നിങ്ങളെപ്പോഴും ബട്ടർ ആയാലും മുട്ട ആയാലും എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് വേണം നമ്മൾ കേക്കിന് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. ഒരു സ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചത്. ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം.
എല്ലാം നല്ല പോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാനായി മൈദപ്പൊടി എടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നില്ല, അല്ലാതെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ മിക്സിയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരുമിച്ചിടരുത്, കുറേശ്ശെ ആയിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി മിക്സ് കൂടി ഇതിലേക്കിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. നട്ട്സ് എല്ലാം ഇതിലേക്ക് നന്നായി സോക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാ മിക്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കേക്കിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കുന്നു. ഇനി നമുക്ക് കേക്കിൻ്റെ പാത്രത്തിലോട്ട് ബട്ടർ വയ്ക്കാം. നമുക്ക് ബട്ടർ നന്നായി തേച്ച് കൊടുക്കാം. നമുക്ക് ബട്ടറിന് പകരം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. കേക്കിൻ്റെ ബാറ്റർ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടപ്പത്ത് വെക്കാം. ഞാൻ കുക്കറിലേക്ക് കേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് 30 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അതുപോലെ നമുക്ക് കേക്കിൻ്റെ പുറത്ത് ഡെക്കറേഷൻ ചെയ്യാം. ജസ്റ്റ് നമുക്ക് കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് എന്ത് പരുവമായെന്ന് നോക്കാം. കേക്ക് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഉള്ളെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് നല്ല അടിപൊളി ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ബൗളിലേക്ക് മാറ്റാൻ പാടുള്ളൂ. തണുക്കാൻ നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ നന്നായിട്ടിത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഫൈനലി നമ്മുടെ കേക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിഭാഗം ഒന്നും കരിഞ്ഞു പോവാതെയാണ് കിട്ടി. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.